ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായം 46 മുതൽ 54 വരെയുള്ള തിരുവചന ഭാഗമാണ് നാം ഇന്ന് ധ്യാന വിഷയമാക്കുന്നത്. ഈശോയുടെ അത്ഭുതങ്ങളും അടയാളങ്ങളും സഹിഷ്ണുതയോടെ, സഹാനുഭൂതിയോടെ സഹചരോട് പുലർത്തുന്ന നീതിബോധ്യവുമൊക്കെ കണ്ടറിഞ്ഞ് കേട്ടറിഞ്ഞ ഒരു രാജസേവകൻ ആസന്ന മരണനായ അവൻ്റെ മകനെ സൗഖ്യപ്പെടുത്തണമെന്ന് ഈശോയോട് അപേക്ഷിക്കുകയാണ്. രാജസേവകൻ സ്വാഭാവികമായും ഒരു വിജാതീയനാകും. വിജാതീയനായൊരു മനുഷ്യൻ ഈശോയുടെ അടുക്കൽ വന്ന് തൻ്റെ മകന് സൗഖ്യം തരണമേ എന്ന് അഭ്യർത്ഥിക്കുന്നു. സാധാരണ ഈശോയുടെ പ്രതികരണത്തിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ രാജസേവകനോട് അവൻ പറഞ്ഞു, പൊയ്ക്കൊള്ളുക, നിന്റെ മകൻ സുഖം പ്രാപിക്കും. നമ്മളിൽ ഒരാളാണ് ഇതുപോലെ അത്ഭുത പ്രവർത്തകനായ, അടയാളങ്ങൾ പ്രവർത്തിക്കുന്നവനായ ഒരുവൻ്റെ അടുക്കിലേക്ക് വേണ്ട, ഒരു ധ്യാന കേന്ദ്രത്തിലെ ഡയറക്ടർസിൻ്റെ അടുക്കൽ, ഒരു വചനപ്രഘോഷകൻ്റെ അടുക്കൽ എൻ്റെ കുഞ്ഞിന് വേണ്ടി അച്ഛൻ വന്നൊന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ കൂടെ അച്ഛൻ വന്ന് നമ്മുടെ ഭവനത്തിൽ വന്ന് കുഞ്ഞിൻ്റെ ശിരസിൽ കൈവച്ച് പ്രാർത്ഥിക്കുക, അവൻ്റെ രോഗസൗഖ്യത്തിന് വേണ്ടിയിട്ട് ദൈവസന്നിധിയിൽ കരങ്ങൾ വിരിക്കുക. ദൈവം അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ പ്രവർത്തിക്കുന്നത് നമുക്ക് ബോധ്യമുണ്ട്, അനുഭവമുണ്ട്, നാം കണ്ടിട്ടുണ്ട്. ഇവിടെ ഈശോ അവൻ്റെ കൂടെ പോകുന്നില്ല എന്ന് മാത്രമല്ല, ആശ്വാസത്തിൻ്റെ വചനം അവിടുന്ന് വാക്കുകളിലൂടെ പറഞ്ഞു, നീ പൊക്കോ, നിന്റെ മകൻ സുഖം പ്രാപിക്കും. നമുക്ക് ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ എങ്ങനെ പ്രതികരിക്കാനാകും എന്ന് നമുക്ക് വിലയിരുത്തുക. രാജസേവകൻ ചെയ്തത്, കർത്താവാണ് പറഞ്ഞത്, അവൻ പറഞ്ഞത് സത്യമാകുമെന്ന് വിശ്വസിച്ച് അവൻ ഭവനത്തിലേക്ക് മടങ്ങുകയും പോകുന്ന ഇടവഴിയിൽ അവൻ തിരിച്ചറിഞ്ഞു, അവൻ്റെ മകന് സൗഖ്യം ലഭിച്ചിരിക്കുന്നു. തീഷ്ണതയോടെ, ആകാംക്ഷയോടെ അവൻ അന്വേഷിച്ചു, എപ്പോഴാണ് എൻ്റെ മകൻ സുഖം പ്രാപിച്ചത്? നിന്റെ മകൻ സുഖം പ്രാപിക്കും, നീ പൊയ്ക്കൊള്ളുക എന്ന് ഈശോ പറഞ്ഞ അതേ സമയത്താണ് അവൻ്റെ സൗഖ്യം നടന്നത്. പ്രിയപ്പെട്ടവരെ, നാം വിശ്വസിക്കുന്ന ദൈവം ചിത്രങ്ങളിൽ ഇരിക്കുന്ന ദൈവമല്ല, പുസ്തകത്താളുകളിൽ ഒളിഞ്ഞിരിക്കുന്ന ദൈവമല്ല, ഒരു ഗോതമ്പപ്പത്തിൻ്റെ രൂപത്തിൽ അപ്രത്യക്ഷനായിരിക്കുന്നൊരു ദൈവമല്ല. അവൻ എൻ്റെ ജീവിത പ്രശ്നങ്ങളിലേക്ക്, എൻ്റെ നൊമ്പരങ്ങളിലേക്ക്, എൻ്റെ വേദനകളിലേക്ക് ഇറങ്ങി വരുന്നവനാണ്. ആ ദൈവം എനിക്ക് വിദൂരസ്ഥനല്ല, എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്ന എൻ്റെ നല്ല ദൈവം. രാജസേവകൻ ഈശോയെ നേരിട്ട് കണ്ടു. ഒരുപക്ഷെ ഇന്ന് നമ്മൾ ഈശോയെ കാണുന്നത് ദിവ്യകാരുണ്യത്തിലൂടെ, തിരുവചനത്തിലൂടെ, അത്ഭുതങ്ങളിലൂടെ, അടയാളങ്ങളിലൂടെ ഒക്കെയാണ്. ഇവിടെ നമുക്കും കരണീയമായിട്ടുള്ളത് വിശ്വാസത്തിൻ്റെ ആഴമേറിയ വേരുകളാണ്. അവൻ എൻ്റെ ജീവിതത്തിൽ ഇടപെടുമെന്ന് പറഞ്ഞാൽ അത് ഇടപെട്ടിരിക്കും എന്ന് ഉറപ്പിക്കാൻ, വിശ്വസിക്കാൻ നമുക്ക് സാധിക്കണം. ദൈവ പ്രീതിയുടെ ജീവിതം നയിക്കുന്നവരായി, ദൈവ വഴികളിലൂടെ സഞ്ചരിക്കുന്നവരായി തീർന്നുകൊണ്ട് ദൈവത്തിൻ്റെ ആഹ്വാനത്തിന് ചെവി കൊടുക്കാൻ, അവൻ തരുന്ന ആശ്വാസവചനങ്ങൾക്ക് എന്നിൽ അർത്ഥമുണ്ടാകുമെന്ന് ബോധ്യപ്പെടാൻ, അങ്ങനെ തമ്പുരാൻ്റെ ഉപാസകരായി തീരാൻ നമുക്ക് സാധിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ വലിയ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുന്ന ഈ കാലഘട്ടം വിശ്വാസത്തോടെ, ബോധ്യത്തോടെ അമ്മയെയും ചേർത്ത് പിടിച്ച്
അവൻ പറയുന്ന പോലെ ചെയ്യാൻ നമ്മെ പഠിപ്പിച്ച അമ്മയുടെ വാക്കുകൾക്ക് വില കൊടുത്ത് ജപമാല ഭക്തിയിൽ അടിയുറച്ച് നമുക്ക് മുന്നോട്ട് പോകാം. ഈശോ അനുഗ്രഹിക്കട്ടെ. കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാരൂപിയുടെ സഹവാസവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.